പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദേവി പ്രണാമ ദേവ്യഷ്ടകം എന്ന കൃതിയുടെ പഠനം ഇവിടെ സമാരംഭിക്കുകയാണ്. കൃതിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായി ഏതാനും ചില കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ശ്രീനാരായണ ഗുരുദേവനാൽ രചിക്കപ്പെട്ട പല കൃതികളും പ്രസിദ്ധീകരിക്കപ്പെടാതെ പോയിട്ടുണ്ട്. അവയുടെ കൂട്ടത്തിൽപ്പെടുന്നതും അടുത്ത കാലത്തായി കണ്ടെത്തി പ്രസിദ്ധീകരിക്കപ്പെട്ടതുമായ ദേവി സ്തോത്രകൃതിയാണ് ദേവി പ്രണാമ ദേവി അഷ്ടകം. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊന്നും ഈ കൃതിയുടെ വ്യാഖ്യാനം ഉൾപ്പെട്ടിട്ടില്ല. സ്വാമി മുനിനാരായണ പ്രസാദ് ഈ കൃതിയുടെ പദാനുപദ അർത്ഥവിവരണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും ആധികാരികമായ ഒരു വ്യാഖ്യാനം അദ്ദേഹവും ചമച്ചു നൽകിയിട്ടില്ല. അക്കാരണത്താൽ ഈ കൃതിക്ക് വേണ്ടത്ര പ്രചാരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശുദ്ധ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഗുരുദേവ കൃതികളിലൊന്നാണ് ദേവി പ്രണാമ ദേവ്യഷ്ടകം. 8 ശ്ലോകങ്ങളടങ്ങുന്ന ഈ കൃതിയിൽ ആദിപരാശക്തിയായ ദേവിയുടെ വിവിധ ഭാവരൂപാദികളെപ്പറ്റിയും ദേവീ തത്വപ്രഭാവങ്ങളെപ്പറ്റിയുമാണ് വാഴ്ത്തിയിരിക്കുന്നത്. ശിവാംബയായും കരിങ്കാളിയായും മഹാലക്ഷ്മിയായും സരസ്വതിയായും അന്നപൂർണേശ്വരിയായുമെല്ലാം ഭാവം പകർന്നാടുന്ന ദേവീ തത്വവർണ്ണനകൾ അടങ്ങുന്ന അതിവിശിഷ്ടമായൊരു അഷ്ടകമാണ് ഈ കൃതി. ഇതിലെ ഓരോ ശ്ലോകവും അർത്ഥസമ്പുഷ്ടങ്ങളും ചിന്തോദ്ദീപകങ്ങളുമായ ധ്യാനമന്ത്രങ്ങളാണ്. പുരാണപ്രോക്തങ്ങളായ ദേവാസുര യുദ്ധകഥകളെ പരാമർശിച്ചുകൊണ്ട് ദേവീ തത്വത്തെ മൂല്യനവീകരണം ചെയ്ത് ജ്ഞാനതലത്തിൽ പ്രതിഷ്ഠിച്ചിരുത്തുന്ന സാഹിത്യധർമ്മമാണ് ഈ കൃതിയുടെ രചനയിലൂടെ ഗുരു നിർവഹിച്ചിരിക്കുന്നത്. വിശ്വം മുഴുവൻ നിറഞ്ഞ് വിരാജിക്കുന്ന ഏകവും അഖണ്ഡവുമായ പരംപൊരുളിനെയാണ് ദേവീ തത്വപ്പൊരുളായി ഈ കൃതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പാദഭക്തന്മാരായ ജ്ഞാനികളുടെ പരിരക്ഷണത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവളും സർവവിധ ഭയങ്ങളെയും കവർന്നെടുത്ത് അഭയദായിനിയായി വിരാജിക്കുന്നവളും ശുദ്ധമാനസയും ശുദ്ധജ്ഞാന സ്വരൂപിണിയും പുരാണപുരുഷന്മാരായ ത്രിമൂർത്തികളാൽ പോലും പൂജിക്കപ്പെടുന്നവളും സർവരസാനുഭൂതികളുടെയും സത്താവിശേഷമായി പരിലസിക്കുന്നവളും വിവിധ ഉപാസനാ സമ്പ്രദായങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെടാവുന്നവളും ശിവാംബികയുമായി 1-ാം ശ്ലോകത്തിൽ ദേവി വാഴ്ത്തപ്പെട്ടിരിക്കുന്നു. ദേവിയുടെ കരിങ്കാളി ഭാവത്തെ സൂക്ഷ്മവിചാരം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന 2-ാം ശ്ലോകത്തിൽ കാലകാലനും മംഗളമൂർത്തിയുമായി വിരാജിക്കുന്ന ശിവൻ്റെ പത്നിയായ ദേവിയെ പ്രപഞ്ചലീലകളാടുന്ന കാളിയായും മംഗളാത്മികയായും സർവശുഭദായികയായും വാഴ്ത്തിയിരിക്കുന്നു. ദേവിയുടെ അന്നപൂർണേശ്വരി ഭാവവർണ്ണനയോടുകൂടി സമാരംഭിക്കുന്ന 3-ാം ശ്ലോകത്തിൽ പുരാണപ്രസിദ്ധമായ നിശുംഭശുംഭകഥയുടെ മൂല്യനവീകരണത്തിൽ ദേവി പ്രഭാവത്തിനുള്ള സ്വാധീനത്തെയാണ് വാഴ്ത്തിയിരിക്കുന്നത്. 4-ാം ശ്ലോകത്തിൽ ദാരികാസുര വധകഥയും താരകാസുര നിഗ്രഹകഥയും കാമദേവ ദഹനകഥയും പരാമർശിച്ചുകൊണ്ട് പൗരാണിക ദൃഷ്ടാന്ത കഥകളുടെ മൂല്യനവീകരണ ആഹ്വാനം നൽകുന്നതോടൊപ്പം ശുദ്ധജ്ഞാന സ്വരൂപിണിയായ ദേവിയെ അർദ്ധനാരീശ്വര ഭാവം നൽകി വാഴ്ത്തിയിരിക്കുന്നു. 5-ാം ശ്ലോകത്തിൽ ദേവാസുര യുദ്ധകഥകളിൽ അസുരസംഹാരം നടത്തുന്ന ദേവീ പ്രഭാവത്തിൻ്റെ പൊരുളക വ്യാഖ്യാനമാണ് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്.
സ്ഥൂല സൂക്ഷ്മ ഭാവരൂപാദികൾ കൈക്കൊണ്ട് പ്രാപഞ്ചിക ലീലകളാടുന്ന ദേവീ പ്രഭാവത്തെ നിരൂപണ ബുദ്ധിയോടുകൂടിയാണ് ഈ ശ്ലോകത്തിൽ വിചാരം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. 6-ാം ശ്ലോകത്തിൽ ശാശ്വതയും നിത്യയും നിരാമയിയും സർവകാമസാധികയും ഘനകദംബയും ഘോരയും അമരയും സമരവീരയുമായി ദേവിയെ വാഴ്ത്തിയിരിക്കുന്നു. 7-ാം ശ്ലോകത്തിൽ ഭൗമികവും ഭൗമികേതരവുമായ ഭാവസ്വരൂപാദികൾ കൈക്കൊണ്ട് ജ്ഞാനരൂപിണിയായും സർവഭയ നിവാരിണിയായും ശക്തിസ്വരൂപിണിയായും സർവസാരയായും ശിവധാരയുമായി ദേവി വാഴ്ത്തപ്പെട്ടിരിക്കുന്നു. 8-ാം ശ്ലോകത്തിൽ സപാശയും വിപാശയും സരജനീശയും ധനേശ്വരിയും സൃഷ്ടിന്മുഖ സംഹാരിണിയുമായ ദേവീഭാവത്തെയാണ് വാഴ്ത്തിയിരിക്കുന്നത്. സംഗീതാത്മകതയും അർത്ഥപുഷ്ടിയും സമന്വയിക്കുന്നവയാണ് ഈ കൃതിയിലെ ഓരോ ശ്ലോകവും. അക്ഷരത്തെറ്റും ഉച്ചാരണ പിഴവുമില്ലാതെ സമർപ്പിത ബുദ്ധിയോടുകൂടി ഈ കൃതി ജപധ്യാനം നടത്തുന്നവർക്ക് ജീവിത വിജയം ഉറപ്പാണ് എന്ന് മാത്രമല്ല, കണ്ഠപ്രദേശത്തും ശ്വാസകോശത്തിലും ബാധിക്കുന്ന രോഗങ്ങളെ ചെറുക്കാൻ പര്യാപ്തമായ ഔഷധം കൂടിയാണ് ഈ കൃതിയുടെ നിത്യപാരായണം. ശുദ്ധ സംസ്കൃത പദങ്ങൾ കോർത്തിണക്കി രചിക്കപ്പെട്ട ഈ കൃതിയുടെ രചനയിൽ യോഗഭാഷയാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പദങ്ങളെ ശ്രദ്ധാപൂർവം അന്വയിച്ചും പദനിഷ്പത്തികൾ പരിശോധിച്ചും ലക്ഷ്യാർത്ഥങ്ങൾ മനസ്സിലാക്കിയും വ്യാഖ്യാനിച്ചറിയേണ്ട ഒരു വിശിഷ്ട കൃതിയാണിത്. ശ്രീനാരായണ ഗുരുസാഹിതിയിലെ പഠിതാക്കളുടെ ആവശ്യപ്രകാരം ചമച്ച പഠന ക്ലാസ്സിന് വേണ്ടിയുള്ള ലളിത വ്യാഖ്യാനമാണിത്. ഗുരുകൃതമായ ദേവീ പ്രണാമ ദേവി അഷ്ടകം എന്ന ഈ കൃതിയുടെ പ്രഥമ വ്യാഖ്യാനം എന്ന നിലയിൽ തന്നെ ഇതിനെ സ്വീകരിക്കാൻ അപേക്ഷ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ രചിച്ച ഈ കൃതി പഠന ക്ലാസിൻ്റെ സൗകര്യാർത്ഥം ആലപിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ്. സംഗീതാത്മകതയോടുകൂടി താളബദ്ധമായി ആലപിച്ച് ആസ്വദിക്കാവുന്ന ഒരു കൃതിയാണിതെങ്കിലും പഠന ക്ലാസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാകുമ്പോൾ പദങ്ങളുടെ അർത്ഥധ്വനി എഴുന്നു നിൽക്കുന്ന എഴുന്ന് വരുന്ന തരത്തിൽ ഇതിനെ ഉച്ചരിച്ചെങ്കിൽ മാത്രമേ വ്യാഖ്യാനം സുസാധ്യതമായി തീരൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ആലപിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ കൃതിയുടെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുവാൻ. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദേവീ പ്രണാമ ദേവ്യഷ്ടകം. പാദഭക്തജനപാലനാധികപരായണ ഭവഭയാപഹാ പൂതമാനസപുരാണപുരുഷ പുരന്ദരാദിപുരുപൂജിതാ സാധു സാധിത സരസ്വതീ സകല സമ്പ്രദായ സമുദാഹൃതാ ശാതശാരദ ശശാങ്കശേഖര ശിവ ശിവ ശിവമുദീയതാം നീലനീരദ നിഭാനിശാകര
നികാശ നിർമ്മല നിജാനന ലോലലോചന ലലാമശോഭിത ലലാടലാലിത ലലാടിക ശാലിത ശകുല ശാരദ ചരണചാരി ശാശ്വത ശുഭാവഹ കാലകാലകമനീയ കാമുക കലാ കലാപകലിതാവതാം കുംഭി കുംഭകുച കുംഭകുങ്കുമ വിശുംഭി ശംഭു ശുഭ സംഭവ ജൃംഭി ജംഭരിപു ജൃംഭളസ്തനി നിഷേവ്യമാന ചരണാംബുജ ഡിംഭ കുംഭിമുഖ ബാഹുലേയലസദംഗക വിധുരപംഗക ഡാംഭികാസുര നിശുംഭ ശുംഭമധിനി തനോതു ശിവമംബിക ദാരിതാദിഘനദാരിക ദമിതദാരുണാഖനിരയശ്ചടാ മാരമാരണമരാമരാള മണിമത്തരാഗപരമാനി ശൂരശൂരധനുസൂനുസാര മരതാരകാസുരരിപുപ്രസോ രാജരാജരമണീരപാരമിത രാജിതാമലപദാവതാം ഹേലയാ സ്വദിത ഹാലയാ കുലിത കാലയാ മലിന ശ്രീലയാ വ്രീലയാ പലിത ഭാലയാ വിമലമാലയാ സമരവേലയാ സ്ഥൂലയാ വപുഷി ബാലയാ കുശലമൂലയാ ജലദകാലയാ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ രാമയാ വിമതവാമയാ ശമിതകാമയാ സുമിതസീമയാ ഭൂമയാധികപരോമയാ ഘനകദംബയാ വിധുരിതാമയാ ഘോരയാ സമരവീരയാ കലിതഹീരയാ സമരപാരയാ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ ഹാരയാ ജലദമീരയാ ശമിതമാരയാ തപവിദാരയാ ഭൂമയാധികവികാരയാ ചകിതചോരയാ സകലസാരയാ വീരയാ ച ശിവദാരയാ മുലിതഹീരയാ നമിതശൂരയാ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ സാശയാ വിധുതപാശയാ വിധൃതപാശയാ സരജനീശയാ ശോഷയാ നപതപാശയാ കുജവികോശയാ വിനുതമേശയാ
സേനയാ സുമഥനാശയാ ഹൃദഹരാശയാ ദമിതനാശയാ ഹേലയാ ധൃതസുകോശയാ ദിവി വിമോചയേ വിമതനാശയാ. കൃതി ഇത്തരത്തിൽ പല ആവർത്തി ആലപിച്ച് ഹൃദിസ്ഥമാക്കിയതിന് ശേഷം വേണം ഇതിൻ്റെ പഠനത്തിലേക്ക് കടക്കുവാൻ. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി ഈ കൃതിയെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.